റീക്രിയേഷണൽ ഡ്രഗിൻ്റെ പേരിൽ അവർ എല്ലാം കഴിക്കുന്നുണ്ട്. അമേരിക്കയിൽ അവർ പറയുന്നത് ഒരു കുട്ടിയും ഒരു തെറപ്പിസ്റ്റ് ഇല്ലാത്ത ഒരു കുട്ടിയും ഇല്ല. അവർ കഴിക്കുകയും ചെയ്യുന്നു, പിന്നെ അതേസമയം ഞാനിത് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതൊന്നും നടക്കുകയൊന്നുമില്ല. അവിടെ അവർ ലീഗലൈ ചെയ്തത് മാരിജുവാന എന്ന മട്ട പേനാണ് നമ്മളെ കഞ്ചാവ്. ശരി, അവിടെ ഒരു എല്ലാ 50 രാജ്യങ്ങളിൽ 50 സംസ്ഥാനങ്ങളിൽ ഒരു 30ഓളം സംസ്ഥാനത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 20 അവർ ചെയ്തിട്ടൊന്നുമില്ല. അവിടെയും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണോ, ഇയാൾ അഡിക്റ്റ് ആണോ, ഇയാളിത് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണോ, അതിനു വേണ്ടി മാത്രമാണോ, അത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളെ കാലം 400 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. നമ്മൾ അവരോട് നമുക്ക് ഒരു തുലനവും ഇല്ല. നമ്മൾ അത്രയും മാനസികമായ രീതിയിൽ ബൗദ്ധികമായിട്ട് നമ്മൾ വളർത്തിയിട്ടില്ല. ഇവിടെ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഇത് ഒരു കഞ്ചാവ് ചിലപ്പോൾ ഒരു 2 ഗ്രാമോ 5 ഗ്രാം വരെയോ ഒക്കെ ശരി, ഇയാൾ ഇതിൻ്റെ അടിമയായിപ്പോയി. അടിമതിൻ്റെ താഴത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഒരു മാസത്തിൽ ഇത് ചിലപ്പോൾ ഇത് മൊത്തം ഇത് പുറത്ത് വരും. അങ്ങനെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഈ ലഹരി കഞ്ചാവ് ലീഗലായി ചെയ്തു എന്നേ ഇരിക്കട്ടെ, നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആരും ഒരു കോടതിയിൽ പോകും. ജസ്റ്റ് നമ്മുടെ കഞ്ചാവ് 5 ഗ്രാം വരെയൊക്കെ സാർമാർ അനുവദിച്ചല്ലോ. ഇനിയും ഇത്തിരി 2 ഗ്രാം ഒരു ഹെറോയിൻ ഒന്ന് ചെയ്താൽ കൊള്ളാം. ഇത് എങ്ങനെ തടയാൻ പറ്റും? കോർട്ടൊക്കെ നോക്കുന്നത് സിമിലാരിറ്റിയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ കോടതി ചോദിക്കും, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സർക്കാരിന് എന്തോ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. സർക്കാരിന് അത് പറയാൻ പറ്റുമോ? കഞ്ചാവ് അത്രയും മോശമായ സാധനമൊന്നുമില്ല, ഹെറോയിൻ അതിനേക്കാളും മോശമാണെന്ന് അത് ആർക്കും പറയാൻ പറ്റില്ല. മോശമായ സാധനമാണ്. കാരണം സർക്കാർ നിരോധിച്ചിരിക്കുന്നത് കഞ്ചാവ്, ഓപ്പിയം, ഹെറോയിൻ, MDMA എല്ലാം പുകയില സാധനങ്ങൾ, പാനപ്പരാഗ്, പാൻ മസാല, ജലത, കുട്ടിക്ക, ഖനി, ഹാൻസ് നിയമത്തിൻ്റെ പേരിൽ ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു. അതിനകത്ത് ഏതോ ഒരു സാധനം ഗവൺമെൻറ് ഇത് പെർമിഷൻ കൊടുക്കുന്നു. ബാക്കി സാധനങ്ങളിൻ്റെ പെർമിഷൻ എന്തുകൊണ്ട് കൊടുത്തൂടേന്ന് അതിന് മറുപടി സർക്കാരിന് പറയാനാവില്ല. അപ്പോൾ അതൊരു പരിഹാരമല്ല. അതൊന്നും പരിഹാരമല്ല. അതുപോലെ തന്നെ സർ, ഇപ്പോൾ കറണ്ട് കട്ടെടുക്കുന്നവർക്കെതിരായിട്ട് വിജിലൻസ് കമ്മീഷണറായിരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന് വലിയൊരു ധനസമാഹരണ മാർഗമായി മാറുകയാണ്. അതായത് ഒരു നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് കാശ് കൊണ്ടുവരികയാണ്. അത് വലിയൊരു മാറ്റമാണ്. ഒരുപക്ഷെ ഒരു സപ്പോർട്ട്, സർക്കാരിൻ്റെ തന്നെ അകമഴിഞ്ഞ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഒരു നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ കിട്ടാനുള്ള സാധ്യതയും കൂടെയാണത്. അത്തരത്തിലും സാറ് അന്ന് ചിന്തിച്ചിരുന്നോ? ഇത്രയും ഇങ്ങനെ കട്ടെടുക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു റവന്യൂ ജനറേഷൻ കൂടി അതിനകത്ത് അന്ന് സാർ കണ്ടില്ല? നമ്മൾ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. 3 തരത്തിലുള്ള കണക്ഷനാണ് നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ. 1 അഗ്രികൾച്ചർ, 2 നമ്മുടെ വീടുകളിൽ, 4 തരത്തിലുള്ള കണക്ഷനാണ്. 1 അഗ്രികൾച്ചർ കണക്ഷൻ, പിന്നെ വീടുകളുടെ കണക്ഷൻ, 3-മത്തെ ചെറിയ ഈ ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, സിനിമ ഹാൾ, ഇതൊക്കെ. 4-മത്തെയാണ് ഇൻഡസ്ട്രീസ്. ഈ 4 തരത്തിലുള്ള കണക്ഷനുണ്ട്. ഇവിടെ മോഷണം അന്ന് ആ സമയത്തിൽ, ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, മോഷണം നടക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ ആ സമയത്ത് ഞാനുണ്ടായ സമയത്തിൽ അഗ്രികൾച്ചറിൻ്റെ പെർ യൂണിറ്റ് 2 രൂപയായിരുന്നു. വീടുകളിലുള്ള അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി 3 രൂപ ആയിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റൊക്കെ ഇതൊക്കെ 6 രൂപ ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള അതിനെ സംബന്ധിച്ച് 8 രൂപ മുതൽ 10 രൂപ ആയിരുന്നു. അപ്പോൾ അവരെ ഈ അന്ന് ഒരു മോഷണത്തിൻ്റെ ഒരു വഴി നമുക്ക് ആവശ്യമുള്ള കണക്ഷനിൻ്റെ ഒരു ലെവൽ താഴത്തിലുള്ള കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ അഗ്രികൾച്ചർ കണക്ഷൻ കൊണ്ട് അതിൻ്റെ പേരിലെ കണക്ഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു രൂപയുടെ 1-2 രൂപയുടെ വ്യത്യാസം എപ്പോഴും കുറവായിട്ട് തരാമല്ലോ. അതുപോലെ ഒരു ചെറിയ ഹോട്ടലോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ പേരിൽ എടുത്താൽ മതി. അവർ എടുക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ കൂടുതൽ ഒരു വലിയ ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറിയാണ്. ഫാക്ടറിൻ്റെ പേരിൽ ഒരു ചെറിയ
ഒരു ചെറിയൊരു ഹോട്ടലോ ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ അതിൻ്റെ ഒരു കണക്ഷൻ എടുക്കുകയായിരുന്നു. അത് ഒരു വഴിയായിരുന്നു അങ്ങനെ നമ്മുടെ പൈസ മോഷ്ടിക്കുക. രണ്ടാമത്തെ വഴിയായിരുന്നു മീറ്ററിൽ തന്നെ കൃത്രിമം കാണിക്കുക. അന്ന് ഈ മാനുവൽ മീറ്ററൊക്കെ ആയിരുന്നു. അന്നാണ് ആരാണ് മുഹമ്മദ് സാറൊക്കെ പിന്നെ ഈ നമ്മുടെ ഈ മോഡേൺ മീറ്റേഴ്സൊക്കെ ഡിജിറ്റൽ മീറ്റേഴ്സൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സമയത്തിലാണ്. ആ മാനുവൽ മീറ്ററിലൊക്കെ മോഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഈ രണ്ട് രീതിയിലായിരുന്നു നമ്മൾ മോഷണങ്ങൾ കൂടുതൽ. അപ്പോൾ ഞങ്ങളത് ഓരോ മാസത്തിലും ഒരു ജില്ലയിൽ പോയി അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. മോഷണം ചെയ്യാനുള്ള ആളുകൾ ആരൊക്കെയാണ് അതിൻ്റെ സാധ്യതയുള്ള അങ്ങനെ സംശയപ്രദമായ ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഇത് മൊത്തം അവിടെ ഒരു APTS സ്ക്വാഡ് ഉണ്ട്, ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ്. എല്ലാ ആളുകളെ ഒരേ ജില്ലയിൽ വിളിച്ചിട്ട് 3 ദിവസം ഞങ്ങൾ നോക്കും. ഒത്തിരി എത്ര പൈസ കിട്ടിയെന്ന് അറിയാമോ? അപ്പോൾ മന്ത്രി തന്നെ വിളിച്ച് ആരുടെ സ്ഥലത്ത് തന്നെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായില്ല. ഇപ്പോൾ ഇത് കേരളത്തിൽ അന്ന് ഈ ടോഡ് 2004-05 അന്ന് 55 ലക്ഷം കണക്ഷനേ ഉള്ളൂ എന്ന്. 55 lakhs. ഇപ്പം കൂടുതലായി, ഇപ്പോൾ 85 lakhs ആയെന്ന് തോന്നുന്നു. 55 lakhs കണക്ഷൻ ഉള്ളൂ. പെർമനൻ്റാണ്, ഫിക്സാണ്. പുതിയ എക്സ്ട്രാ റവന്യൂ ജനറേഷനിൻ്റെ ഒരു മാർഗവും കാണുന്നില്ല. എന്നിട്ടും രാവിലെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 1 കോടി രൂപ കൂടുതൽ കാണുന്നു. കുറച്ച് ദിവസം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ 1 കോടി രൂപ എവിടെ നിന്നാണ് വരിക. പിന്നെയാണ് മനസ്സിലാക്കുന്നത് മോഷ്ടിക്കുന്ന ആളുകൾ മോഷണം നിർത്തി മേടിച്ചിട്ട് അവരുടെ ബില്ല് തരാതെ തുടങ്ങി. പിന്നെ നിങ്ങൾ പോയി അത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട്, കാരണം അവർക്ക് ഒരു മോഷണം വിദ്യുത്ത് മോഷണം പിടിച്ചാൽ അതൊക്കെ ഫൈന് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അത് ആ എഞ്ചിനീയർമാർ ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് 1 കോടി രൂപ ദിവസേന. അപ്പോൾ ഞാനവിടെ 2 വർഷമുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ സാർ ഇപ്പോൾ മരിച്ചുപോയി. മനോഹരൻ സാർ എൻ്റെ സെൻഡ് ഓഫ് പാർട്ടിനെ പറഞ്ഞതാണ്, നിങ്ങൾ 700 ദിവസം എവിടെ ഇരുന്നു, ഞങ്ങളുടെ 700 കോടി രൂപയാണ് ക്യാഷിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് കേരള ഇലക്ട്രിസിറ്റി വിഭാഗം നിന്ന് തിരിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലാതിരുന്നൊരു സമയത്താണ് ഈ CD റൈഡ് വരുന്നത്. ഈ CD റൈഡ് വരുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു വ്യവസായമായിരുന്നു. ആ വ്യവസായത്തിൻ്റെ മുഖം മാറിയിട്ടുണ്ട്. ഈ CD കടകൾ പലതും മൊബൈൽ ഷോപ്പുകളായിട്ട് മാറാനുള്ള ഒരു കാരണമൊക്കെ ഈ CD റൈഡ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരുകയും അങ്ങനെ പോവുകയും ചെയ്യേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ മാറ്റം വരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് പേരുടെ ഒരു 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 മാർഗമായിരുന്നു, ജീവിത മാർഗമായിരുന്നു. അത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സാർ ആലോചിക്കുന്നുണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു സാറിൻ്റെ മനസ്സിലുണ്ടാക്കിയ കോൺഫ്ലിക്റ്റ്? ഇത് നിയമം ഞങ്ങൾ വായിച്ചു. അത് ഗവൺമെൻറ് തന്നെയാണ് ആൻറ്റി പൈറസി ഓഫീസർ ഉണ്ടാക്കി, ആൻറ്റി പൈറസി ഓഫീസറായിട്ട് നിയമിച്ചത്. ഇതൊരു നിയമം തന്നെ പറയാൻ വെച്ചാൽ ഒന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമമാണ്. അത് ഇതുവരെ ഇന്ത്യ രാജ്യത്തിൽ ഒരു സ്ഥലത്തിലും അത് നടപ്പാക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിൽ ഇത് ആയിരുന്നു നമ്മുടെ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണത്തിൽ ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ. ഡയറക്ടറൊക്കെ എല്ലാം അവിടെ ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ഈ സിനിമയെ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രൊഡ്യൂസർ ചിലപ്പോൾ CD-യിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഞാനും പറയുന്നത് അത് നിയമമാണ്. ഇനിയും വ്യവസ്ഥ എന്താണെന്ന്, ഏതോ ഒരു CD ഉണ്ടാക്കുന്ന ആളും ഈ ആളും ഒരു കരാർ വെക്കണം. ഞാൻ എൻ്റെ സിനിമ താങ്കളെ മൊത്തം താങ്കളാണ് ഇന്ന് മുതൽ അതിൻ്റെ പൈസ ഒക്കെ എത്രയാണ് കരാറിലൊക്കെ എഴുതണം. ഇപ്പം നിങ്ങളായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ കേട്ടോ. പിന്നെ ആ ആൾ അവൾ പറയണം, തങ്ങളുടെ സിനിമ എടുത്തിട്ട് ഞാൻ ഇതുകൊണ്ട് 5000-ഓ 10,000-ഓ 20,000 CD-കൾ ഞാൻ ഉണ്ടാക്കും. കാരണം അവിടെ ഉണ്ടാക്കുന്ന പോലത്തെ പൈസ ഇയാൾ ഈ മറ്റേ സിനിമേൻ്റെ ഉടമസ്ഥൻ, സിനിമ ഉണ്ടാക്കിയ പ്രൊഡ്യൂസറിനും അവർ തരേണ്ടതാണ്. അത് ഒന്ന്. പിന്നെ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ കടകളുണ്ട്. പിന്നെ വേറെ ഒരു കരാറുണ്ടാവണം. ആ കടകാരും ഈ അവിടെ നിന്ന് CD റൈറ്റ്സ് വാങ്ങിയ ആളുകൾ തമ്മിൽ അത് അവിടെ നമ്മൾ പോകുമ്പോൾ അത് ആ 2 കരാർ അവിടെ കാണണം. ഒരു കരാർ ആ സിനിമ പ്രൊഡ്യൂസറും പിന്നെ ഈ ഒരു CD ഉണ്ടാക്കിയ ആളുകൾ തമ്മിലുള്ള കരാറും അവിടെ ഉണ്ടാവണം. പിന്നെ CD-ൻ്റെ മൊത്തം റൈറ്റ്സ് എടുത്തിരിക്കുന്ന ആളും പിന്നെ ഈ കടക്കാർക്ക് നിങ്ങളാണ്
ഈ ഇത്രയും സി ഡികൾ നിന്നെ നാട്ടുകാരെ കൊടുക്കാൻ വേണ്ടി വാടക കൊടുക്കാൻ വേണ്ടിയോ വാങ്ങാൻ വേണ്ടിയോ ഞാൻ നിന്നെ അവകാശം കൊടുത്തിരിക്കുന്നു. ഒരു സ്ഥലത്തിലും ഇന്ന് വരെ അങ്ങനെ രണ്ട് കരാർ ഒരു സ്ഥലത്തിലും കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. ഇതിനകത്ത് നമ്മൾ ഒരു വ്യവസ്ഥ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് അത് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഗുണവും ഉണ്ടായി. അന്നത്തെ ഹോം മിനിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ സാർ എന്ന് വിളിച്ച് ചോദിച്ചു ജയിലിൽ കൊണ്ട് വല്ല ഗുണമുണ്ടാവാറുണ്ടോ? അവൻ ഗുണമൊക്കെ ഉണ്ടായി. കോടിക്കണക്കിന് 1000 കോടിക്കണക്കിനൊക്കെ പൈസ ആളുകൾ പിന്നെ സി ഡിയിൽ വ്യാജമായ സി ഡി നമ്മൾ പിടിക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് സി ഡി കിട്ടാതെയായി. അവരെല്ലാം സിനിമ ഹാളിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. ഇവിടെ ഒരു ദിവസം പോലെ ഒരു രാവിലെ 8 മണിക്ക് ആദ്യത്തെ ഷോ ഇറങ്ങുമ്പോൾ അതിന് 2 മണിക്കൂർ ശേഷം എമ്പുറാൻ സിനിമ എന്ന് നമ്മൾ കണ്ടില്ലേ, പത്രത്തിൽ വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, പോലീസ് ഒരു സീനിയർ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവിച്ചത്. സാർ ഇയാൾ നോർവേയിലാണ് ഇരിക്കുന്നത്, ആൾ നോർവേയിൽ ഇരിക്കുന്നു. ഇതിൻ്റെ സെറ്റപ്പ്, അതായത് ഇതിൻ്റെ ഈ എന്തോ സെർവറൊക്കെ അത് ഏതോ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയോ റൊമാനിയോ അവിടെയോ ഒക്കെ കിടക്കുന്നു. എങ്ങനെ തടയാൻ പറ്റും? തടയാൻ പറ്റില്ല. നോർവേയിൽ ആർക്കും ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദൂഷ്യം ചെയ്താൽ അപ്പോൾ പിന്നെ എത്രയോ ഈ സിനിമനെ കാണാതെ ഇരിക്കാൻ ഒത്തിരി ആളായല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആണെങ്കിൽ ആ പ്രിൻ്റ് റിവ്യൂ നമ്മൾ പ്രിൻ്റിൽ കണ്ട പോലെ സിനിമ. അപ്പോൾ അതൊരു അന്നും ആവശ്യമായിരുന്നു, ഇനിയും അതും ആവശ്യമാണ്. ഇനി അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അന്ന് സി ഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. തമിഴ്നാടിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അന്നും ഞാൻ ഇവിടെ പിന്നെ ഒരു കേരള സർക്കാർ ഒരു ആക്ട് ഉണ്ടാക്കി. ആ ആക്ട് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. 11 സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ടാണ് വീഡിയോ ഈ നമ്മുടെ സി ഡി ജയപരായിട്ട് 11 സ്റ്റേറ്റുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അത് പഠിച്ചിട്ട് ഏറ്റവും നല്ല സ്ട്രിക്റ്റ് ലോ ആയിരുന്നു തമിഴ്നാട്ടിൽ. അവർ ഒരിക്കലും അത് ആളിനെ പിടിച്ചിട്ട് അത് പിന്നെ ഒരു ജയിലിൻ്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നു. കുറേ വർഷം ജയിലിൽ കിടക്കും വന്നിട്ട് അതെല്ലാം എഴുതി. ഇപ്പോൾ ആ നിയമത്തിൽ ഇപ്പോൾ അത് പിന്നെ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ആ വീഡിയോ പൈറസി ഇപ്പോൾ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു. ഇപ്പോൾ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ശേഷം പിന്നെ ആ പരിപാടി ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. സി ഡികൾ ബന്ധമില്ലാതെ ഇപ്പോൾ പുതിയ അത് യൂട്യൂബൊക്കെ വന്ന ശേഷം അതിൻ്റെ ഇത് അടിസ്ഥാനമല്ലാതെ പോയി. അത് തന്നെത്താനാണ് ആ വ്യവസായം പോയത്. പക്ഷേ ഇതിൻ്റെ പുതിയ സിനിമ നാട്ടുകാർ സിനിമ ഹാളിൽ മാത്രം കാണാനുള്ള ആ ഉറപ്പ് ഇവർക്ക് ഇതുവരെ ആർക്കും ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിലൊക്കെ വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയിൽ ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമകൾ അത്രയും പെട്ടെന്ന് ഈ യൂട്യൂബിലോ ഇല്ലെങ്കിൽ അത് മോഷ്ടിച്ചിട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുന്നൊന്നുമില്ല. നമ്മുടെ ആ നിയമങ്ങൾ ഇന്നും കൊണ്ടുവരേണ്ടതാണ്. ഒരു സി ഡി ഇന്ന് ഒരു കട ആണെങ്കിൽ ഒരു സി ഡിയിൽ ആകെ ഒരാളല്ലേ സി ഡികൾ കൊടുക്കുകയുള്ളൂ. ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഏകദേശം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിനെ കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഒരു 10, 300, 400 ആളുകളല്ലേ അതിൻ്റെ പുറകിൽ. ആ 400 ആളുകളുടെ അവരൊക്കെ ജീവിച്ച് പോകുന്നത് ഒരു സിനിമ കൊണ്ട് മാത്രമാണ്. അതായത് സിനിമ ഉണ്ടാക്കിയ ശേഷം ആളുകൾ സിനിമ ഹാളിൽ പോയി കണ്ടാൽ എല്ലാ ആളുകൾക്ക് മുതലുണ്ടാവും.